മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒരു കാരുണ്യപ്രവൃത്തിയാണെന്ന് ഈശോ തന്നെ എനിക്ക് പറഞ്ഞു തന്നു. ഇതിനുള്ള അവസരം ഈശോ തന്നെ എൻ്റെ എഫേർട്ട് കൂടാതെ ഈശോ തന്നെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പം ഞാൻ ചെയ്യേണ്ട ഉടമ്പടി ഈശോ തന്നെ ലിറ്ററലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നിലൂടെ. എക്സാമിന് ഡേറ്റ് വന്നു, റിസൾട്ട് ടൈം ടേബിൾ വന്നു. ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് ഒരക്ഷരം ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം പെട്ടെന്ന് പോസ്റ്റ്പോൺ ചെയ്തു ഡേറ്റ്, ഒരാഴ്ച കഴിഞ്ഞിട്ടാക്കി ഡേറ്റ് എന്ന് വന്നിട്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡേറ്റ് ഇങ്ങനെ വന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഉടനടി ആണല്ലോ മാതാവ് പ്രവർത്തിക്കുന്നത്, അപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ. ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ കടൽ പോലെയാണ് സിലബസ് കിടക്കുന്നത്. ഈ ഒരാഴ്ച സമയം മതിയല്ലോ മാതാവിന് എന്നെ പഠിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞ് ഞാൻ എന്നും പുസ്തകം തുറന്നിരിക്കും, ഒരു രക്ഷയില്ല. അന്നും പുസ്തകം തുറന്നിരുന്നു, ഒരു പ്രയോജനം പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു മടി കാരണമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. കാരുണ്യപ്രവൃത്തി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ചായിരുന്നു പഠിപ്പിക്കാൻ, ഒരുമിച്ച് പഠിക്കാമെന്ന് പറഞ്ഞിട്ട്. അവൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാവ് എന്നിലൂടെ വന്ന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കെന്താ, എൻ്റെ മടിയല്ല, പക്ഷേ ദൈവഹിതം അങ്ങനത്തെ ഒരു രീതിക്ക് അതിനെ വിട്ടു.